ഹലോ ഹലോ ഞാൻ പറയുന്ന ഇത്ര നേരം ഒന്നും കേൾക്കുന്നുണ്ടായില്ലടാ. ഹലോ ഇല്ലേ? ബെസ്റ്റ്. എന്നാ മെസ്സേജ് അയക്കണ്ടടാ പിള്ളേരെ. ഞാൻ എന്തൊക്കെ പറഞ്ഞു തീർത്തു ഇത്ര നേരം കൊണ്ട്? ഐ ഡിഡ്ന്റ് ചെക്ക് മൈ മൈക്ക്. വെരി സോറി. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ നിങ്ങക്ക്? ഈ പറഞ്ഞത് ഓർമ്മയുണ്ടോ? LL1 പാർസിംഗ് ആണ്. LL1 പാർസിംഗിന്റെ കേസിൽ LL1 പാർസർ ആണ്. LL1 പാർസർ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു പാർസിംഗ് ടേബിൾ വേണം. ഓക്കെ, ആ പാർസിംഗ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഡാറ്റ സ്ട്രക്ചർ വെച്ചിട്ടാണ് LL1 പാർസർ വർക്ക് ചെയ്യുക. അതായത് ഏത് രീതിയിൽ ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ആക്ഷൻസ് നമ്മൾ പെർഫോം ചെയ്യണം എന്നൊക്കെ പാർസറിന് പറഞ്ഞു കൊടുക്കുന്നത് പാർസിംഗ് അൽഗോരിതമാണ്. ഓക്കെ, പാർസിംഗ് അൽഗോരിതം. അപ്പൊ പാർസിംഗ് അൽഗോരിതത്തിന് എന്തൊക്കെ ആക്ഷൻസ് പെർഫോം ചെയ്യണം എന്ന് പാർസിംഗ് അൽഗോരിതമാണ് ഡിസൈഡ് ചെയ്യുക. അപ്പൊ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? ഒരു പാർസിംഗ് ടേബിൾ വേണം. ഓക്കെ, ഒരു പാർസിംഗ് ടേബിൾ. അപ്പൊ പാർസിംഗ് ടേബിൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. എന്താണ്? പാർസിംഗ് ടേബിള് വെച്ചിട്ടാണ് ഒരു പാർസിംഗ് അൽഗോരിതം വർക്ക് ചെയ്യുക. പാർസിംഗ് അൽഗോരിതം ആണ് ഒരു പാർസറിന്റെ മെയിൻ ബേസിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. അതിന്റെ ഫസ്റ്റ് രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. അതിൽ ഒരു ഫംഗ്ഷന്റെ പേരാണ് ഫസ്റ്റ്, രണ്ടാമത്തെ ഫംഗ്ഷന്റെ പേരാണ് ഫോളോ. നമ്മുടെ ഫസ്റ്റ് എന്ന് വെച്ചാൽ എന്താ വേർഡ് മീനിങ്? ഫസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഫസ്റ്റ് ഹി ഈസ് ദ ഫസ്റ്റ് വൺ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ആദ്യം എന്നുള്ളതല്ലേ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തത്. ഓക്കെ, ഒന്നാമത്തത് എന്ന് പറയുന്നത് ഫസ്റ്റ്. ഇനി ഫോളോ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഫോളോ മീ ഓൺ ട്വിറ്റർ, ഫോളോ മീ ഓൺ വാട്സ്ആപ്പ്, നിങ്ങൾ ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം എന്നൊക്കെ പറയുന്നില്ലേ? അപ്പൊ ഫോളോ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ അവരെ പിന്തുടരുക എന്നുള്ളതാണ് ഫോളോ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ഫംഗ്ഷൻസ് വെച്ചിട്ടാണ്, ഈ രണ്ട് ഫംഗ്ഷൻസ് ആണ് നമ്മൾ പാർസിംഗ് ടേബിൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. എന്ന് നമുക്ക് നോക്കാം എന്താണ് ഈ ഫസ്റ്റും എന്താണ് ഈ ഫോളോ എന്താണ്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ എഴുതാം. ഒരു ഗ്രാമർ. അപ്പോ എസ് ഡിറൈവ് സ്റ്റാർട്ട് സിമ്പിൾ എസ്, എ ബി സി ഡി ആൻഡ് ഇ എല്ലാം നോൺ ടെർമിനൽസ് ആണ്. ആൻഡ് capital A derives small a epsilon. Capital B derives B bar epsilon. C derives C. D derives small d epsilon. E derives E bar epsilon. ഇത്രയും തന്നിരിക്കുന്ന ഗ്രാമർ. ഓക്കെ, ഈ ഗ്രാമർ മനസ്സിലായല്ലോ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ തന്നിരിക്കുന്ന ഓരോ നോൺ ടെർമിനൽസിന്റെയും ഫസ്റ്റും ഫോളോവും കണ്ടുപിടിക്കണം നമ്മൾ. ഓക്കെ, എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ എന്താണ് ഈ ഫസ്റ്റും ഫോളോ എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം. ആദ്യത്തെ നോൺ ടെർമിനൽ എസ്, സ്റ്റാർട്ട് സിമ്പിൾ ആയിട്ട് എസ് എടുക്കാം. ഫസ്റ്റ് ഓഫ് എസ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഫസ്റ്റ് ഓഫ് എസ്, നമുക്കിപ്പോ തന്നിരിക്കുന്ന ഒരു നോൺ ടെർമിനലിന്റെ ഫസ്റ്റ് കണ്ടുപിടിക്കണം. ഇവിടെ നോക്കി നിങ്ങള്, എസ് എന്ന് പറയുന്ന നോൺ ടെർമിനലിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ആദ്യം വരുന്ന സിമ്പിൾസ് ഏതൊക്കെയായിരിക്കും? നമ്മളിപ്പോ എസിന്റെ ട്രീ വരക്കാണെന്ന് വിചാരിച്ചോ. എസ് ഡിറൈവ്സ് എ ബി സി ഡി ആൻഡ് ഇ എന്ന് പോകുന്നു വിചാരിച്ചോ. ഈ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ടെർമിനൽ ഏതാ? നിങ്ങൾ തന്നെ ആൻസർ പറയണം. എ എന്ന് പറയുമ്പോൾ ഡിറൈവ് ചെയ്യുമ്പോൾ എക്ക് എക്സ്പാൻഷൻ കൊടുക്കുമ്പോൾ നമ്മൾ വരുന്നത് ഏതാ? എ. ഓക്കെ, എ. അപ്പോ ഫസ്റ്റ് ഓഫ് എസ് എന്ന് പറയുന്നത് എ വരാം. അതായത് നമുക്ക് ഇതിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാല് എസിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന സ്ട്രിങ്ങിന്റെ ഏതൊക്കെ ആദ്യം വരാം എന്നുള്ളതാണ് ഇതിന്റെ മീനിങ്. എ വരാലോ. ഓക്കെ, പിന്നെ ഒരു ചാൻസ് ഉള്ളത് ഏതാ? രണ്ട് ചോയ്സസ് ആണല്ലേ എക്ക്. ഒന്നുകിൽ എ സ്മോൾ ലെറ്റർ എ ആവാം, അല്ലെങ്കിൽ എപ്സിലോൺ ആവാം. എപ്സിലോൺ എന്ന് വെച്ചാൽ എന്താ? ഞാൻ ഇതിനെ ജസ്റ്റ് ഹൈഡ് ചെയ്യുന്നു. എപ്സിലോൺ ഇവിടെ ഒന്നുമില്ല. എന്റെ സ്ഥാനത്ത് എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ കിട്ടും നിങ്ങൾക്ക്? ഇതാ, ഞാനിവിടെ എന്റെ സ്ഥാനത്ത് എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഫസ്റ്റ് വരുന്ന ലെറ്റേഴ്സ് ഏതൊക്കെയാ? ഫസ്റ്റ് വരുന്ന ലെറ്റേഴ്സ് ഏതൊക്കെയാ? നിങ്ങൾ നോക്ക്, എ ബി സി ഡി ആൻഡ് ഇ. എന്റെ സ്ഥാനത്ത് എ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എ വരും.
സ്മോൾ ലെറ്റർ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എ വരും. ഇതിന്റെ സ്ഥാനത്ത് എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടെർമിനൽ ഏതാ? അടുത്ത ഫസ്റ്റ് വരാൻ ചാൻസ് ഉള്ള നോൺ ടെർമിനൽ ഏതാ? ഇവിടെ വരുന്ന നോൺ ടെർമിനൽ എന്ന് പറയുന്നത് ബി അല്ലേ? അടുത്തത് ബി സി ഡി അല്ലേ? അല്ലേ? ഇനി ബിന്റെ സ്ഥാനത്ത് നമുക്ക് ഏതൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാം? ബിയും കൊടുക്കാം, എപ്സിലോണും കൊടുക്കാം. രണ്ട് ചോയ്സസ് ഉള്ളത്. അപ്പോ എ എപ്സിലോൺ ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് എസ് എന്ന് പറയുന്നത് ബി ആവാം. ഇനി ബി അല്ല, ഞാൻ എപ്സിലോൺ ആണ് ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും? ഫസ്റ്റ് ഓഫ് എസിന്റെ സ്ഥാനത്ത് ഏതെന്ന് സ്റ്റാർട്ട് ചെയ്യ സ്ട്രിങ്? ഇതും എപ്സിലോൺ ആയി, ഇതും എപ്സിലോൺ ആയി. ആവുമ്പോ ഫസ്റ്റ് ഓഫ് എസിൽ എന്താ ഉണ്ടാവുക? ഇനി ബാക്കിയുള്ള ലെറ്റർ ഏതാ? ഇനി ബാക്കി എന്താ ഉള്ളത്? സി ഡി ഇ അല്ലേ ഉള്ളത്. അതായത് എന്റെ സ്ഥാനത്ത് എപ്സിലോൺ ആയി, ബിന്റെ സ്ഥാനത്ത് എപ്സിലോൺ ആയി. ഇനി ബാക്കിയുള്ള സി ഡി ഇ അല്ലേ? അപ്പൊ ഫസ്റ്റ് ഓഫ് സി എന്ന് വെച്ചാൽ എന്താ വരിക? ഫസ്റ്റ് ഓഫ് എസ് എന്ന് വെച്ചാൽ ബാക്കി എന്ത്? സി അല്ലേ ഉള്ളത്. ഇവിടെ നോക്കി, സി എന്ന് വെച്ചാൽ ടെർമിനൽ ആണ്. ഇത് സ്മോൾ ലെറ്റർ സി ആണ്, സി. ഇനി ഇവിടെ എപ്സിലോൺ കൊടുക്കാൻ പറ്റുമോ നമുക്ക്? ഇവിടെ എപ്സിലോൺ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? നമുക്ക് ചോയ്സസിൽ എപ്സിലോൺ ഇല്ല, അതുകൊണ്ട് തന്നെ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഓക്കെ, ഫസ്റ്റ് ഓഫ് എസ് ഇനി അവിടെ നിൽക്കട്ടെ. ഇനി ഫസ്റ്റ് ഓഫ് എ എന്തൊക്കെയാ വരിക എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായത് വെച്ചിട്ട്? ഫസ്റ്റ് ഓഫ് എ എന്തൊക്കെയാ? ഫസ്റ്റ് ഓഫ് എ വരാം, എ മാത്രമേ ഉള്ളൂ. രണ്ട് ചോയ്സ് ഇല്ലേ? എയും വരാം, പിന്നെ ഏതാ? രണ്ട് ചോയ്സ് ഇല്ലേ? എയും വരാം, എപ്സിലോണും വരാം. വെരി ഗുഡ്, എപ്സിലോൺ. എ ആൻഡ് എപ്സിലോൺ. ഇനി ഫസ്റ്റ് ഓഫ് ബി എന്താ വരിക? ഫസ്റ്റ് ഓഫ് ബി നോക്കൂ നിങ്ങൾ ചോയ്സസിൽ ഏതൊക്കെയുണ്ട്. ഫസ്റ്റ് ഓഫ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഫസ്റ്റിലെ സ്ട്രിങ്ങിന്റെ ഫസ്റ്റ് വരുന്ന ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ബിന്റെ ഫസ്റ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ബിയും വരാം, എപ്സിലോണും വരാം അല്ലേ? ബി ആൻഡ് എപ്സിലോൺ, റൈറ്റ് അല്ലേടാ? ഇനി പറഞ്ഞേ ഫസ്റ്റ് ഓഫ് സി എന്താ വരാന്ന് പറ. പറഞ്ഞേടാ, ഫസ്റ്റ് ഓഫ് സി എന്താ വരാന്ന് പറഞ്ഞേ. അജ്മലെ, ഫസ്റ്റ് ഓഫ് സി എന്താടാ വരിക? സി മാത്രം. വേറെ ചോയ്സസ് ഉണ്ടോ ഫസ്റ്റ് ഓഫ് സിക്ക്? ഉണ്ടോ ഇല്ലയോ? ഇല്ല. സിക്ക് ഒറ്റൊരു ചോയ്സ് മാത്രമേ ഞാൻ ഇവിടെ തന്നിട്ടുള്ളൂ. ഫസ്റ്റ് ഓഫ് സി സി മാത്രം. ഇനി ഫസ്റ്റ് ഓഫ് ഡി എന്തായിരിക്കും? ഫസ്റ്റ് ഓഫ് ഡി ഡി ആൻഡ് എപ്സിലോൺ. ഓക്കെ, വെരി ഗുഡ്. ഇനി ഫസ്റ്റ് ഓഫ് ഇ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ഞാൻ പറയണ്ടല്ലോ. ഫസ്റ്റ് ഓഫ് ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ ആൻഡ് എപ്സിലോൺ അല്ലേ? ആണല്ലോ. ഇനി ഞാൻ ഒന്നും കൂടെ ഫസ്റ്റ് ഓഫ് എസിലേക്ക് വരാം. ഇപ്പൊ ഇതുവരെയുള്ള എല്ലാം മനസ്സിലായില്ലേ? എ ബി സി ഡി ഇ വരെയുള്ളതെല്ലാം മനസ്സിലായില്ലേ? എ ബി സി ഡി ഇ വരെയുള്ളതെല്ലാം മനസ്സിലായില്ലേ? തന്നിരിക്കുന്ന ചോയ്സ് ഏതാണ് ഫസ്റ്റ് വരുന്നത് അത് എഴുതാം. ഇനി എസിന്റെ ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് എസിന്റെ ടെർമിനൽ എന്തൊക്കെയാ? എ ബി സി ഡി ആൻഡ് ഇ. ഈ തന്നിരിക്കുന്ന എല്ലാ സാധനങ്ങളും എന്താണ്? ഈ തന്നിരിക്കുന്ന സാധനങ്ങളെല്ലാം എന്താണ്? നോൺ ടെർമിനൽസ് ആണ്. അതായത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പൊ നമ്മൾ എന്താ ആദ്യം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന എല്ലാം നോൺ ടെർമിനൽസ് ആണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഫസ്റ്റ് ഓഫ് എ നോക്കൂ. എ എന്താ? എ ആണ്. എന്നിട്ട് എപ്സിലോൺ ഉണ്ടെങ്കിൽ എന്റെ ഭാഗത്ത് എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ബാക്കിയുള്ള ടേം നോക്കുക. ബി സി ഡി ഇ. ബിന്റെ ഫസ്റ്റ് നോക്കുക. ബി ഉണ്ട്, എപ്സിലോൺ ഉണ്ട്. ബി എഴുതുക, എപ്സിലോൺ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? സി വരും. ഞാൻ എഴുതും, സി എഴുതും. ഇനി സിന്റെ ഭാഗത്ത് ഇവിടെ എപ്സിലോൺ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും?
ഇപ്പൊ സപ്പോസ് സിന്റെ ഭാഗത്ത് സി ബാർ എപ്സിലോണും കൂടി ഉണ്ട്. അപ്പൊ ഞാൻ ഇനി അടുത്ത ഏത് ഫസ്റ്റ് എടുക്കുക? സിന്റെ സ്ഥാനത്ത് എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഫസ്റ്റ് ഓഫ് ഡി എടുക്കും. സ്മോൾ ലെറ്റർ ഡിയും എപ്സിലോണും ആണുള്ളത് അല്ലെ. ഫസ്റ്റ് ഓഫ് ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇ എടുക്കുന്ന സമയത്ത് ഇ എപ്സിലോണും. അപ്പൊ ഫസ്റ്റ് ഓഫ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബി സി ഡി ഇ വരും. പക്ഷെ ഇവിടെ സിന്റെ സ്ഥാനത്ത് എപ്സിലോൺ സി ബാർ എപ്സിലോൺ ഇല്ലാത്തത് കൊണ്ട് ഫസ്റ്റ് ഓഫ് സി എന്ന് പറയുന്നത് എ ബി സി വരെ മാത്രം വരും. മനസ്സിലായോ ഈ പറഞ്ഞത്? ഈ പറഞ്ഞ എക്സാമ്പിൾ മനസ്സിലായോ? ഓക്കെ. ഇനി നമുക്ക് ഇതിന്റെ റൂൾസ് നോക്കാം. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ വെച്ചിട്ടല്ലേ പറഞ്ഞേ. ഇത് കണ്ടുപിടിക്കുന്നത് ശരിക്കും സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ആ റൂൾസ് എന്തൊക്കെയാ നോക്കാം. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഓഫ് ആൽഫ ഇസ് എ സെറ്റ് ഓഫ് ടെർമിനൽ സിമ്പിൾ that begin in string derived from alpha. അതായത് ഫസ്റ്റ് ഓഫ് എ എന്ന് വെച്ച് കഴിഞ്ഞാല് എ എന്ന് പറയുന്ന സ്ട്രിങ് തുടങ്ങുന്ന സമയത്ത് വരുന്ന നോൺ ടെർമിനൽസ് ആണ് ഫസ്റ്റ് ഓഫ് എ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ആൽഫ ആണെങ്കിലോ ഫസ്റ്റ് ഓഫ് ആൽഫ ഈസ് എ സെറ്റ് ഓഫ് ടെർമിനൽ സിമ്പിൾ that begin in string derived from alpha. ക്ലിയർ അല്ലേ? അപ്പോ ഈ എക്സാമ്പിൾ നോക്കി നിങ്ങള്. എ derives A, B, C, D, E, F, G, H, I. ഫസ്റ്റ് ഓഫ് എ എന്താ വരിക എന്ന് പറഞ്ഞ്? ഫസ്റ്റ് ഓഫ് എ ഏതൊക്കെയാ? ഇത് ഫുള്ള് വരില്ല. ഫുള്ള് വരുമോ? എ ഡി ജി. യെസ്, കറക്റ്റ്. എന്താ ആജ്മൽ, അത് തെറ്റല്ലേ? ഫസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ആദ്യത്തെ ടെർമിനൽ മാത്രം എടുക്കുക. എ ഡി ജി ഇത് മാത്രമേ വരുള്ളൂ. എങ്ങനെ? എ ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ എ എന്ന് എഴുതാണ്. എനിക്ക് എങ്ങനെ വരാം? എ ബി സി എന്നൊരു ഓപ്ഷൻ. അപ്പൊ ഇതിലെ ഫസ്റ്റിലത്തെ സിമ്പിൾ ഏതാ? എ. അല്ലെങ്കിൽ എനിക്ക് എനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഡി ഇ എഫ് എന്ന് എഴുതാം. അപ്പൊ ഇവിടെയുള്ള ഫസ്റ്റിലത്തെ ഏതാ? ഡി. അല്ലെങ്കിൽ എനെ എക്സ്പാൻഡ് ചെയ്ത് എന്ത് എഴുതാം? ജി എച്ച് ഐ. ഇവിടെയുള്ള ഫസ്റ്റ് ഏതാ? ജി. അപ്പൊ ഫസ്റ്റ് ഓഫ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഡി ജി ആണ് വരിക. മനസ്സിലായോ അജ്മലെ? ക്ലിയർ ആയോ? നിതിൻ, സാരംഗ്, സംഗീത്, മസ്ന, കീർത്തന, അഭിനവ്, ആദർശ് ഓക്കെ ആണോടാ? യെസ്, ഓക്കെ. ശരി. അപ്പൊ ഫസ്റ്റിലത്തെ റൂള് നോക്കിയേ. ഫോർ എ പ്രൊഡക്ഷൻ എക്സ് ഡിറൈവ്സ് എപ്സിലോൺ. എക്സ് ഡിറൈവ്സ് എപ്സിലോൺ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എപ്സിലോൺ ആയിരിക്കും. എ ഡിറൈവ്സ് എപ്സിലോൺ എന്നാന്ന് വിചാരിച്ചോ. എ ഡിറൈവ്സ് എപ്സിലോൺ എന്ന് മാത്രമാണെങ്കിൽ ഫസ്റ്റ് ഓഫ് എ എന്താ വരിക നിങ്ങൾക്ക്? ഫസ്റ്റ് ഓഫ് എ ഡിറൈവ്സ് എപ്സിലോൺ എന്ന് മാത്രമാണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് എ എന്ന് വെച്ചാൽ എന്താ വരിക? എന്താ വരിക? പറയൂ സംഗീത്, ഇജാസ്, അഭിനന്ദ്, ജസ്ന, സിനാൻ. ഫസ്റ്റ് എ ഡിറൈവ്സ് എപ്സിലോൺ. അപ്പൊ ഫസ്റ്റ് ഓഫ് എ എന്ന് വെച്ചാൽ എന്താ വരിക? എപ്സിലോൺ. യെസ്. എ ഡിറൈവ്സ് എപ്സിലോൺ എന്നാണെങ്കിൽ ഫസ്റ്റ് ഓഫ് എ ഡിറൈവ്സ് എപ്സിലോൺ. അതാണ് ഇവിടെ പറയുന്നത്. എക്സ് ഡിറൈവ്സ് എപ്സിലോൺ എന്നാണെങ്കിൽ ഫസ്റ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എപ്സിലോൺ ആയിരിക്കും. അടുത്ത റൂള് നോക്കാം. ഇതാണ് ആദ്യത്തെ റൂള്. ഏതെങ്കിലും ഒരു സിമ്പല് എപ്സിലോണിനെ ഡിറൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റില് എപ്സിലോൺ ആയിരിക്കും. രണ്ടാമത്തെ റൂള്, ഫോർ എനി ടെർമിനൽ എ ഫസ്റ്റ് ഓഫ് എ വിൽ ബി എ. ഏതെങ്കിലും ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, ഇതിപ്പം ക്യാപിറ്റൽ ലെറ്റർ എ അല്ലേ, നോൺ ടെർമിനൽ അല്ലേ. ഞാനിത് ഈ ടെർമിനൽ എടുക്കുകയാണ്. ഫസ്റ്റ് ഓഫ് സ്മോൾ ലെറ്റർ എ എന്നുവെച്ചാൽ എന്താ വരിക? ടെർമിനൽ സിമ്പിൾ ആണെങ്കിൽ അതിന്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെ ആയിരിക്കും. ഓക്കെ.
എന്റെ ഫസ്റ്റ് ഇനി വേറെ സിമ്പിൾ എനിക്ക് വരാൻ പറ്റില്ല, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഏത് തന്നെ ആയിരിക്കും, എ ഒരു ടെർമിനൽ അല്ലേ, നോൺ ടെർമിനൽ ആണെങ്കിലല്ലേ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പറ്റൂ. അതുപോലെ ഫോർ എനി ടെർമിനൽ സിമ്പിൾ എ ഫസ്റ്റ് ഓഫ് എ വിൽ ബി എ ഇറ്റ് സെൽഫ്. ക്ലിയർ ആയോ രണ്ടാമത്തെ റൂള്? ആദ്യത്തെ റൂള് ഞാൻ എക്സ് ഡിറൈവ്സ് എപ്സിലോൺ ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എപ്സിലോൺ ആയിരിക്കും. രണ്ടാമത്തെ റൂളോ ഫോർ എനി നോൺ ടെർമിനൽ എ ഫസ്റ്റ് ഓഫ് എ വിൽ ബി എ. ക്ലിയർ ആയോ? അടുത്ത മൂന്നാമത്തെ റൂള്, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റൂൾ. അതായത് ഇതാണ് റൂള്. ഫോർ എ പ്രൊഡക്ഷൻ എക്സ് ഡിറൈവ്സ് y1 y2 y3. ഫോർ എ പ്രൊഡക്ഷൻ എക്സ് ഡിറൈവ്സ് y1 y2 and y3, then ഫസ്റ്റ് ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് അതായത് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എക്സ് ഡിറൈവ്സ് y1 y2 y3. നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് എക്സ്. ഫസ്റ്റ് ഓഫ് എക്സ് നമ്മൾ എന്താ ചെയ്യാ? ഏതിന്റെ ഫസ്റ്റ് എടുക്കുക? ഫസ്റ്റ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഏതിന്റെ ഫസ്റ്റ് വരുമെന്ന് പറഞ്ഞേ? പറയൂ, ഫസ്റ്റ് ഓഫ് എക്സ് എന്താ വരാന്ന് പറ. ഫസ്റ്റ് ഓഫ് എക്സ് എന്താ വരാ? എക്സ് ഡിറൈവ്സ് y1 y2 y3 ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ ഏതിന്റെ ഫസ്റ്റ് വരാ? ഫസ്റ്റ് ഓഫ് y1 അല്ലേ വരാ? യെസ്, ഫസ്റ്റ് ഓഫ് y1. ഇനി y1 ഡിറൈവ്സ് എപ്സിലോൺ എന്നും കൂടി ഉണ്ടെങ്കിലോ? ഏതെങ്കിലും ഒരു ചോയ്സ് ബാർ എപ്സിലോൺ എന്നും കൂടി ഉണ്ടെങ്കിലോ ഞാൻ എന്ത് ചെയ്യണം ഇനി? അതായത് ആദ്യത്തെ റൂൾ പറഞ്ഞേ, ഇഫ് എപ്സിലോൺ നോട്ട് ബിലോങ്സ് ടു ഫസ്റ്റ് ഓഫ് y1 then ഫസ്റ്റ് ഓഫ് എക്സ് ഇസ് ഫസ്റ്റ് ഓഫ് y1 ആയിരിക്കും. രണ്ടാമത്തെ കേസിലോ എപ്സിലോൺ ബിലോങ്സ് ടു ഫസ്റ്റ് ഓഫ് y1. ഈ ഫസ്റ്റ് ഓഫ് y1 എഴുതുന്ന സമയത്ത് എ ബാർ എപ്സിലോൺ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? y1ന്റെ സ്ഥാനത്ത് എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. റൈറ്റ്? അപ്പൊ എന്ത് കിട്ടും? ഫസ്റ്റ് ഓഫ് y1 ഫസ്റ്റ് ഓഫ് എക്സ് എന്ന് ഫസ്റ്റ് ഓഫ് y1 മൈനസ് എപ്സിലോൺ യൂണിയൻ ഫസ്റ്റ് ഓഫ് y2 and y3. ഇവിടെ ഇനി എന്ത് ചെയ്യണം? ഞാൻ ഇതിന്റെ മൊത്തത്തിന് ഫസ്റ്റ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഓഫ് y2 and y3 കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഓഫ് y2 y3 വന്നാലോ? ഫസ്റ്റ് ഓഫ് y2 y3 എന്ന് വെച്ചാല് ഫസ്റ്റ് ഓഫ് y2 നോക്കുക. ഫസ്റ്റ് ഓഫ് y2 എന്ന് വെച്ചാൽ എന്താ? ഫസ്റ്റ് ഓഫ് y2 എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഏതെങ്കിലും ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ആ വാല്യൂ എപ്സിലോൺ ഉണ്ടെങ്കിൽ ഇവിടെ എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് ഞാൻ അടുത്ത് എന്ത് കണ്ടുപിടിക്കും? ഫസ്റ്റ് ഓഫ് y3 കണ്ടുപിടിക്കും അല്ലെ? ഫസ്റ്റ് ഓഫ് y3 വാല്യൂ ഉണ്ടെങ്കിൽ ആ വാല്യൂ വരും, എപ്സിലോൺ ഉണ്ടെങ്കിൽ എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതും. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് ഫസ്റ്റ് കണ്ടുപിടിക്കുക. അതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വായിക്കാൻ പറ്റുന്നില്ലേ? എസ് ഡിറൈവ്സ് ക്യാപിറ്റൽ എ ബി ഡി എച്ച്, ബി ഡിറൈവ്സ് സി ആൻഡ് ക്യാപിറ്റൽ സി. വായിക്കാൻ പറ്റുന്നില്ലേ? പറ്റുന്നില്ലേ? ഇനി ഇതിന്റെ ഫസ്റ്റ് പറഞ്ഞേ, ഓരോ സിമ്പലിനെയും ഫസ്റ്റ് പറഞ്ഞേ. നിങ്ങൾ പറയും, ഞാൻ എഴുതും. ഫസ്റ്റ് ഓഫ് എസ് ആദ്യം ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കും, എന്നിട്ട് ഫസ്റ്റ് ഓഫ് എസ് പറ, ദെൻ ഫസ്റ്റ് ഓഫ് ബി പറ, ഫസ്റ്റ് ഓഫ് സി പറയൂ, ഫസ്റ്റ് ഓഫ് ഡി പറയൂ, ഫസ്റ്റ് ഓഫ് ഇ, ദെൻ ഫസ്റ്റ് ഓഫ് എഫ്. നിങ്ങൾ പറഞ്ഞേ.
ഫസ്റ്റ് ഓഫ് ഇ ദെൻ ഫസ്റ്റ് ഓഫ് എഫ്. ഫസ്റ്റ് ഓഫ് ഇ കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് എഫ്. പറ. ആദ്യം ഫസ്റ്റ് ഓഫ് എ പറഞ്ഞേ. പറയടാ. സംഗീർത്തെ, നിതിൻ, അതിൻ, ദിൽന, നേഹ, സഹല, റൈസ. പറഞ്ഞേ. റൈസ പറ. ഫസ്റ്റ് ഓഫ് എസ് എന്താ വരാന്ന് പറഞ്ഞേ. എ. എ മാത്രാണോ? അതിൻ പറഞ്ഞേ. ഫസ്റ്റ് ഓഫ് ബി എന്താ വരിക? തെറ്റാണോ ശരിയാണോ നമുക്ക് എന്നിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ബി എന്താ വരിക? സി. ഓക്കെ, ഫസ്റ്റ് ഓഫ് ബി സി. വെരി ഗുഡ് റൈസ. ഫസ്റ്റ് ഓഫ് സി എന്താ വരിക? ഓക്കെ, സി. അതിൻ ശരി. ഫസ്റ്റ് ഓഫ് സി പറഞ്ഞ അതിൻ. അനക്ക, ദിൽന, ആരെങ്കിലും പറയടാ. അജ്മൽ, ശ്രദ്ധ, ഷിറോണ, അനക്ക. ബി. ഫസ്റ്റ് ഓഫ് സി എന്ന് വെച്ച് കഴിഞ്ഞാല് ബി മാത്രം. ബി മാത്രമേ ഉള്ളൂ. ബി ആൻഡ് എപ്സിലോൺ. ഓക്കെ, ബി ആൻഡ് എപ്സിലോൺ. വെരി ഗുഡ്. ബി ആൻഡ് എപ്സിലോൺ. ഇനി ഫസ്റ്റ് ഓഫ് ഡി പറഞ്ഞേ. ഫസ്റ്റ് ഓഫ് ഡി. ഫസ്റ്റ് ഓഫ് ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നോൺ ടെർമിനൽ ഇ ഉള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഇ ആദ്യം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഓഫ് ഇ എന്തൊക്കെയാ? ജി ആൻഡ് എപ്സിലോൺ. റൈറ്റ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഡിയിൽ ആദ്യം എന്ത് വരും? ജി വരും. എന്നിട്ട് എപ്സിലോൺ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് എഫ് വരും. ഫസ്റ്റ് ഓഫ് എഫ് എന്തൊക്കെയാ? എഫും എപ്സിലോണും ആണ്. അപ്പോൾ എഫ് വന്നു. എഫിന്റെ ഭാഗത്ത് എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുമില്ല. റൈറ്റ്. അപ്പൊ ഇങ്ങനെയാണ് കിട്ടുന്നത്. നമുക്ക് നോക്കാം. ഇതിന്റെ സൊല്യൂഷനിലേക്ക് വരാം. നമുക്ക് കിട്ടാതിരുന്ന ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഫസ്റ്റ് ഓഫ് എസ് എന്ന് പറയുന്ന എ ആണ്. കറക്റ്റ് ആണ്. ഫസ്റ്റ് ഓഫ് ബി എന്ന് പറയുന്നത് സി ആണ്. ബി ബാർ എപ്സിലോൺ ആണ്. ഫസ്റ്റ് ഓഫ് ഡി എന്ന് പറയുന്നത് ജി എഫ്. ഓക്കെ, എപ്സിലോൺ എഴുതാൻ മറന്നു അല്ലേ നിങ്ങള്? ഞാനും മറന്നു. ജി എഫ് ആൻഡ് എപ്സിലോൺ. ഇവിടെ എല്ലാത്തിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാല് ഫസ്റ്റ് ഓഫ് ഡി എന്താ വരിക എന്നും കൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഡി എന്ന് വെച്ചാൽ എന്താ വരിക? ഫസ്റ്റ് ഓഫ് ഡി. ഡിന്റെ റൂൾ എന്താ? ഡി ഡിറൈവ്സ് ഇ എഫ് എന്നാണ് വരിക. ഫസ്റ്റ് ഓഫ് ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഇ എഫ് എന്ന് വരും. ഫസ്റ്റ് ഓഫ് ഇ എന്ന് വെച്ചാൽ എന്താ? ഫസ്റ്റ് ഓഫ് ഇ. ഫസ്റ്റ് ഓഫ് ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജി വരും അല്ലെ? ഫസ്റ്റ് ഓഫ് ഇ എന്ന് വെച്ചാൽ ജിയും എപ്സിലോൺ ആണ്. ആദ്യം ജി വന്നു, എപ്സിലോൺ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഫസ്റ്റ് ഓഫ് ഇന്റെ സ്ഥാനത്ത് എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ അതെന്താ കിട്ടുക നിങ്ങൾക്ക്? ദാറ്റ് ഈസ് ഫസ്റ്റ് ഓഫ് എഫ്. ഫസ്റ്റ് ഓഫ് എഫ് എന്ന് വെച്ചാൽ എന്താ? എഫ് ബാർ എപ്സിലോൺ. ഞാൻ എഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ എഴുതി ജി കൊമ എഫ്. എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും? ഫസ്റ്റ് ഓഫ് എപ്സിലോൺ. ഫസ്റ്റ് ഓഫ് എപ്സിലോൺ എന്ന് വെച്ചാൽ എന്തായിരിക്കും? എപ്സിലോൺ. അങ്ങനെയാണ് ഡിന്റെ സ്ഥാനത്ത് ഡിൻ്റെത് ജി എഫ് എപ്സിലോൺ വരുന്നത്. ഇൻ്റെത് ജി ബാർ എപ്സിലോൺ, എഫിൻ്റെത് എഫ് ബാർ എപ്സിലോൺ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? എല്ലാവർക്കും ഡൗട്ട് ഇല്ലല്ലോ? ഇനി അടുത്ത ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ?
ഇതിന്റെ എക്സ്ട്രാ പ്രോബ്ലംസ് നമുക്ക് പിന്നെ അടുത്ത ദിവസം ചെയ്യാം. ഒരു പ്രോബ്ലം കൂടെ പറയണോ? ഒന്നുകൂടെ പറയണോ? കൺഫ്യൂഷൻ ഉണ്ടോ നിങ്ങൾക്ക്? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ പറയാം. പക്ഷെ ഇത് വെച്ചിട്ടാണ് അതുകൊണ്ട് ഇതെന്തായാലും ക്ലിയർ ആയിരിക്കണം. കൺഫ്യൂഷൻ ഉണ്ടോ? ഏതെങ്കിലും കേസ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടോ? അറിയാം മക്കളെ, ഏതെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? സാരംഗ്, അഞ്ജലി, ദിൽന, കീർത്തന, നിതിൻ, സഹല, ഷിറോണ, അഞ്ജിത, വിഷ്ണു, വൈഷ്ണവി? നോ. ഓക്കെയാണ്, ഓക്കെയാണ്. ശരി ശരി ശരി. ഓക്കെ, ഇനി അടുത്ത് പറയാൻ പോകുന്ന ഫോളോ ആണ്. അടുത്ത ഫംഗ്ഷന്റെ പേരെന്തായിരുന്നു? ഫോളോ. ഫോളോ എന്ന് വെച്ചാൽ എന്താ? ഫോളോ ചെയ്യാന്ന് വെച്ചാൽ എന്താ? വിച്ച് ടെർമിനൽ, what is the terminal which can follow a variable in the process of derivation? അതാണ് ഫോളോ എന്ന് വെച്ചാൽ. അതെന്താന്ന് പറഞ്ഞുതരാം. വിച്ച് നോൺ ടെർമിനൽ വിൽ ഫോളോ ദാറ്റ് പെർട്ടിക്കുലർ ടെർമിനലിനാണ് നമ്മൾ ഫോളോ എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഫോളോ എന്ന് ഹെഡിങ് എഴുതിക്കോ നോട്ടില്. എന്നിട്ട് എഴുതാം. ഫോളോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഫോളോന്റെ റൂൾസിലേക്ക് പോകാം. ഫോളോ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളോ ഓഫ് ആൽഫ എന്ന് പറയുന്നത് ഇസ് എ സെറ്റ് ഓഫ് ടെർമിനൽ സിമ്പിൾ ദാറ്റ് അപ്പിയർ ഇമ്മീഡിയറ്റ്ലി ടു ദ റൈറ്റ് ഓഫ് ആൽഫ. ഫോളോ ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ ആൽഫ കഴിഞ്ഞ് തൊട്ട് വരുന്ന സിമ്പിൾ ആണ് അതിന്റെ ഫോളോ എന്ന് പറയുന്നത്. നമ്മൾ ഫോളോ ചെയ്യാന്ന് വെച്ചാൽ എന്താ? അതിന്റെ അടുത്ത് വരിക എന്നുള്ളതല്ലേ, അതിന്റെ തൊട്ടടുത്ത് വരിക എന്നുള്ളത് എന്നെ ഫോളോ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് തോന്നുന്നത്. എന്താ ഫോളോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂൾസ് ഫോർ ഫോളോ. ഫ്ലോ ഓഫ് എസ്. അത് ഞാനിപ്പം എ ആണെന്ന് വിചാരിച്ചോ. ഇവിടെ സ്റ്റാർട്ട് സിമ്പിൾ എസ് അല്ലേ സിമ്പിൾ. ഫോളോ ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഡോളർ അതിലുണ്ടാവും. ഫോർ സ്റ്റാർട്ട് സിമ്പിൾ എസ് പ്ലേസ് ഡോളർ ഇൻ ഫോളോ ഓഫ് എസ്. അതാണ് ഫസ്റ്റിലത്തെ റൂള്. രണ്ടാമത്തെ റൂള്, ഫോർ എനി പ്രൊഡക്ഷൻ ഫോർ എനി റൂൾ എ ഡിറൈവ്സ് ആൽഫ ബി. ഓക്കെ, ഫോളോ ഓഫ് ബി എന്ന് വെച്ചാൽ അതായത് ഇതിന്റെ മീനിങ് എന്താ? ഒരു ടെർമിനലിന് തൊട്ടടുത്ത് വരുന്ന ടെർമിനലാണ് നമ്മൾ എന്താ പറയുക അതിന്റെ ഫോളോ എന്ന് പറയാം. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഒരു റൂളാണ് എ ഡിറൈവ്സ് മിസ് ഒന്നും കേൾക്കുന്നില്ലല്ലോ.
കേൾക്കുന്നില്ലേ കീർത്തന? കേൾക്കുന്നില്ലേടാ? ആ ഓക്കെ 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 ശരി. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എ ഡിറൈവ്സ് ആൽഫ ബി എന്നാണെങ്കിൽ ഫോളോ ഓഫ് ബി എന്ന് വെച്ച് കഴിഞ്ഞാല് ബി എവിടെ വരുന്നതാ? ബി എന്ന് പറഞ്ഞാൽ റൈറ്റ് മോസ്റ്റ്. ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് ഇതിനെ ഫോളോ ചെയ്യാൻ ആരുമില്ല, കഴിഞ്ഞു, ഇത് എന്റെ അല്ലേ. അപ്പൊ ഫോളോ ഓഫ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ആയിരിക്കും ഫോളോ ഓഫ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ എ ഡിറൈവ്സ് ബി സി എന്ന് എഴുതുന്നു ചോദിച്ചു. ഇത് എന്നോട് ഞാൻ പറയാണ് ഫോളോ ഓഫ് സി കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഫോളോ ഓഫ് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളോ ഓഫ് എ ആയിരിക്കും ഫോളോ ഓഫ് സി എന്ന് പറഞ്ഞാൽ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? കണ്ടുപിടിക്കാൻ പറഞ്ഞ ടെർമിനല് ഫോളോ എന്ന് പറയുന്നത് ലെഫ്റ്റ് മോസ്റ്റ് ടെർമിനൽ, റൈറ്റ് മോസ്റ്റ് ടെർമിനൽ ആണെങ്കിൽ ഫോളോ ഓഫ് സി എന്ന് പറയുന്നത് ഫോളോ ഓഫ് എ ആയിരിക്കും. അതാണ് രണ്ടാമത്തെ റൂൾ. അപ്പൊ ആദ്യത്തെ റൂളും രണ്ടാമത്തെ റൂളും ആയല്ലോ. അടുത്തതിന് മൂന്നാമത്തെ റൂൾ നോക്കാം. മൂന്നാമത്തെ റൂൾ എന്താ പറയുന്നത്? എ ഡിറൈവ്സ് ആൽഫ ബി ബീറ്റ എന്നാണ്. എ ഡിറൈവ്സ് ആൽഫ ബി ബീറ്റ ആണെന്ന് വിചാരിച്ചോ. ആൽഫ ബി ബീറ്റ ആണെങ്കിൽ എന്നോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഫസ്റ്റ് ഓഫ് ബീറ്റ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അല്ല, ഫസ്റ്റ് ഫോളോ ഓഫ് ബി ആണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്താ, ഏതിന്റെ ഫോളോ ആണ് കണ്ടുപിടിക്കുന്നത്? ബിന്റെ ഫോളോ. ഫോളോ ഓഫ് ബി എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബീറ്റ എന്ന് പറയുന്ന ടെർമിനൽ ആണല്ലോ. ഫോളോ ഓഫ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ വരിക ഫസ്റ്റ് ഓഫ് ബീറ്റ ആയിരിക്കും. മനസ്സിലായോ? ഫോളോ ഓഫ് ഇപ്പൊ ഫസ്റ്റ് ഓഫ് ബീറ്റന്റെ സ്ഥാനത്ത് ഇപ്പം ബീറ്റ ഡിറൈവ് ചെയ്യുന്ന ഫസ്റ്റില് എപ്സിലോൺ ഉണ്ടെങ്കിൽ ഇതിന്റെ സ്ഥാനത്ത് എപ്സിലോൺ ഉണ്ടെങ്കിലോ, എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെ എപ്സിലോൺ വരും. അപ്പൊ എന്താ? ഫോളോ ഓഫ് എ കിട്ടും. ഫോളോ ഓഫ് എ കിട്ടും. പറയുന്ന കൺഫ്യൂസ്ഡ് ആയോ? ആദ്യത്തെ കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. സ്റ്റാർ സിമ്പിൾ ആണെങ്കിൽ അതിന്റെ ഫോളോയില് എപ്സിലോൺ ഉണ്ടാകും, ഐ മീൻ ഡോളർ ഉണ്ടാവും. അതാണ് ആദ്യത്തെ റൂള്. ഫസ്റ്റ് ഓഫ് എസ് ആണെങ്കിൽ, സ്റ്റാർ സിമ്പിൾ ആണെങ്കിൽ അതിന്റെ ഫസ്റ്റില് ഡോളർ ഉണ്ടാവും. രണ്ടാമത്തേതോ എ ഡിറൈവ്സ് ആൽഫ ബി എന്നാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വരിക? അതിന്റെ ഫസ്റ്റില് ഫോളോ ഓഫ് ബി എന്ന് പറയുന്നത് റൈറ്റ് മോസ്റ്റ് ടെർമിനൽ ആണ്. അതിന്റെ ഫോളോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഫോളോ ഓഫ് ബി ആണ് ചോദിച്ചെങ്കിൽ ഫോളോ ഓഫ് എ വരും. മൂന്നാമത്തേതോ എ ഡിറൈവ്സ് ആൽഫ ബി ബീറ്റ ആണ്. ആണെങ്കിൽ എ ഡിറൈവ്സ് ആൽഫ ബി ബീറ്റ ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് ബി എന്ന് പറയുന്നത്, അല്ല, ഫോളോ ഓഫ് ബി എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ബീറ്റ ആയിരിക്കും എന്നാണ് ഇത് ആദ്യത്തെ റൂള്. ഇഫ് എപ്സിലോൺ നോട്ട് ബിലോങ്സ് ടു ബീറ്റ ആണെങ്കിൽ. ഇനി എപ്സിലോൺ ബിലോങ്സ് ടു ബീറ്റ ആണെങ്കിലോ ഫോളോ ഓഫ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ബീറ്റ മൈനസ് എപ്സിലോൺ യൂണിയൻ ഫോളോ ഓഫ് എ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഓക്കെ, നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. അതും കൂടെ പറഞ്ഞിട്ട് ഈ ക്ലാസ് നിർത്തേ. ഞാനിത് എഴുതാണ്. നോക്കിക്കോ. എസ് ഡിറൈവ്സ് ബി ബി സി ഡി ആൻഡ് ബി ഡിറൈവ്സ് എ ബി ബാർ എപ്സിലോൺ. സി ഡിറൈവ്സ് സി ക്യാപിറ്റൽ സി ബാർ എപ്സിലോൺ. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഓരോ സിമ്പിളിന്റെ ഫോളോ നോക്കാം. ഫോളോ ഓഫ് എസ്, ഫോളോ ഓഫ് ബി ആൻഡ് ഫോളോ ഓഫ് സി. ഓക്കെ, ഇനി പറഞ്ഞേ ഫോളോ ഓഫ് എസ് എന്താ വരിക? സ്റ്റാർ സിമ്പിളിന്റെ ഫോളോയിൽ എപ്പോഴും ഏതാ ഉണ്ടാവും നമ്മൾ പറഞ്ഞു? സ്റ്റാർ സിമ്പിളിന്റെ ഫോളോയിൽ എപ്പോഴും ഉണ്ടാവുന്ന സിമ്പിൾ ഏതാ? ഡോളർ. ഓക്കെ, ഫോളോ ഓഫ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോളർ മാത്രമായിരിക്കില്ല, ഡോളർ എന്തായാലും ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഡോളർ എസിന്റെ ഫോളോ വേറെ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ നോക്കുക. ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നിരിക്കുന്ന പ്രൊഡക്ഷന്റെ എല്ലാം റൈറ്റ് ഹാൻഡ് സൈഡിൽ എവിടെയെങ്കിലും എസ് ഉണ്ടോ നോക്കുക. എസ് ഉണ്ടോ? ഇവിടെ എവിടെയെങ്കിലും എസ് ഉണ്ടോ? തന്നിരിക്കുന്ന റൈറ്റ് ഹാൻഡ് സൈഡിൽ എവിടെയെങ്കിലും ഇല്ല. അപ്പൊ എന്താ? എവിടെ എസ് ഇല്ല. അപ്പോ ഡോളർ മാത്രമേ ഉള്ളൂ ഇതിന്റെ ഫോളോയിൽ എന്ന് മനസ്സിലായി. ഓക്കെ, ഇനി ബി എടുക്കാം. ബി എടുക്കുന്ന സമയത്ത് റൈറ്റ് ഹാൻഡ് സൈഡിൽ എവിടെയൊക്കെ ബി ഉണ്ട് നോക്കാം. ഇവിടെ ഒരു ബി ഉണ്ട്,
ഞാൻ ഇവിടെ റെഡ് കൊണ്ട് മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു ബി ഉണ്ട്, ഇവിടെ ഒരു ബി ഉണ്ട്. ഇനി ഇതിന്റെ ഫോളോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ബി ഫോളോ ചെയ്ത് വരുന്ന സിമ്പിൾ ഏതൊക്കെയാന്ന് നോക്കിയേ. നമുക്കറിയാം ഫോളോ ഓഫ് ഏതെങ്കിലും ഒരു സിമ്പിൾ തന്നു കഴിഞ്ഞാല് ഫോളോ ഓഫ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാ വരിക? ബി ഫോളോ ചെയ്ത് വരുന്ന സിമ്പിൾ ഏതാ? ബി അല്ലെ, സ്മോൾ ലെറ്റർ ബി. അപ്പൊ ഞാൻ എന്ത് എഴുതും? സ്മോൾ ലെറ്റർ ബി എന്ന് എഴുതും. റൈറ്റ്. ഇനി വേറെ സിമ്പിൾ ഉണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഫോളോ ഓഫ് സിയോ? ക്യാപിറ്റൽ സി എവിടെ വരുന്നുണ്ട് നോക്കാം. ഫോളോ ഓഫ് സി എവിടെയാ വരുന്നത്? ക്യാപിറ്റൽ സി എവിടെയൊക്കെ വരുന്നത്? അപ്പൊ അവിടെ ഒരു എപ്സിലോൺ വരുന്നില്ലേ താഴെ ബിയില്? ഏത് ബിയില? ഇതിലാ ബി ബാർ എപ്സിലോൺ. ഇവിടെ എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുകയെന്നറിയാം? ഓക്കെ, ബി ഡിറൈവ്സ് എ ബി. റൈറ്റ്. എപ്സിലോൺ ഉണ്ടല്ലോ, ഞാനിപ്പോ ഇതിന്റെ സ്ഥാനത്ത് എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എപ്സിലോൺ വന്നു കഴിഞ്ഞാൽ എന്താ? ബി ഡിറൈവ്സ് എ എപ്സിലോൺ എന്നല്ലേ? ഇതിനെ ഫോളോ ചെയ്തിട്ട് വേറെ ഒന്നും വരുന്നില്ലല്ലോ. റൈറ്റ് ഹാൻഡിന്റെ ടെർമിനൽ ആണ് ബി വരുന്നതെങ്കിൽ ഞാൻ ഏതിൻ്റെതാ കണ്ടുപിടിക്കുന്നത് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞത് എ ഡിറൈവ്സ് എ ബി ആണെങ്കിൽ ഫോളോ ഓഫ് ബി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഏതാ വരിക? ഫോളോ ഓഫ് എ ആണ് വരിക എന്ന് പറഞ്ഞില്ലേ? നേരത്തെ ഒരു റൂള് പറഞ്ഞില്ലേ നമ്മൾ നേരത്തെ? അല്ലേ? ആ റൂള് പ്രകാരം എഗെയിൻ എന്ത് വരും? ഫോളോ ഓഫ് ബി തന്നെ വരും. ഫോളോ ഓഫ് ബിയിൽ ഏതാ ഉള്ളത്? ബി മാത്രം. നോക്കിയേ സി. ഇനി സി നോക്കാം. ഈ സി വരുന്ന എവിടെയൊക്കെ ഉള്ളത്? റൈറ്റ് ഹാൻഡ് സൈഡില്. മനസ്സിലായോ അജ്മലെ? മനസ്സിലായോ അജ്മലെ? ഓക്കെ, ഇതും കൂടെ പറഞ്ഞിട്ട് നിർത്താവേ ഞാൻ. എ ബി. ഫോളോ ഓഫ് സി എന്താ വരിക? സി ഉണ്ട് ഇവിടെ, ഇവിടെ ഒരു സി ഉണ്ട്. ഇവിടെ സി വരുന്ന സി ഫോളോ ഓഫ് സി എന്താ? സി കഴിഞ്ഞിട്ട് ഫോളോ ചെയ്ത് വരുന്ന സിമ്പിൾ ഏതാ? സി കഴിഞ്ഞിട്ട് തൊട്ട് വരുന്ന ഫോളോ ഏതാ? ഡി അല്ലെ? ഡി. ഇനി സി ബാർ എപ്സിലോൺ ഉണ്ട്. എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താ കിട്ടുക നിങ്ങൾക്ക്? സിന്റെ സ്ഥാനത്ത് എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താ കിട്ടുക? എഗെയിൻ ഫോളോ ഓഫ് സി തന്നെ വരിക. അവിടെ സ്റ്റോപ്പ് ആവും. ക്ലിയർ ആയില്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പൊ സമയമായില്ലേ? ഓക്കെ, ഇന്നിപ്പോ പറഞ്ഞത് ഒരു റൂള് മനസ്സിലായില്ലേ? ഫോളോ ഓഫ് എ എന്താണ്, ഫോളോ ഓഫ് ബി എന്താണ്, അങ്ങനെ കണ്ടുപിടിക്കാന്നൊക്കെ. ശരി, ഞാനിപ്പോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഒന്ന് അറ്റൻഡൻസ് പറയണേടാ. എല്ലാവരും പ്രസന്റ് ആണോ? ആകാശ് ഇല്ലേ? അഭിനവ്, ആദർശ്, അദ്വൈത്, അജ്മൽ, അഖിൽസി പോൾ, അനഘ, അഞ്ജലി, അനുഗ്രഹ്, അതുൽ, ദേവിക, ദിൽന, മസ്ന, ജസ്ന, കാർത്തിക്, കീർത്തന, നഫ, നേഹ, നിതിൻ, പ്രണവ് എ, പ്രണവ് സി, റൈസ, റസാന, റിസ്വിൻ ഇല്ല, റിസ്വിൻ ആബ്സെന്റ് അല്ലേ? റിസ്വിൻ ആബ്സെന്റ്. പിന്നെ റോഷൻ ഇല്ലേ? സഹല ബി, സഹല എൻ, സംഗീത് ഇല്ല, സംഗീതല്ലോ നേരത്തെ? സംഗീതല്ലേ? സാരംഗ്, ഷരൂൺ, ശ്രദ്ധ, വിഷ്ണു, വൈഷ്ണവി, ശ്രീഷ്മ, അഞ്ജിത ആൻഡ് ഷിറോണ. ഓക്കെ, രണ്ടുപേരല്ലേ ആബ്സെന്റ്? സോ ഓക്കെ, so I'll stop here.